അറിയുന്തോറും അത്ഭുതം ജനിപ്പിക്കുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഭാരതം. അക്ഷരങ്ങളെ ദേവതകളായി കണ്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഇരട്ടിക്കും. നമുക്കൊട്ടും സുപരിചിതമല്ലെങ്കിലും അങ്ങനെയൊരു ക്ഷേത്രമുണ്ട്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രമാണ് മലയാള അക്ഷരങ്ങളെ ദേവതകളാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വെങ്ങാനൂരുള്ള ചാവടിമുക്ക് പൗർണമിക്കാവ് ക്ഷേത്രത്തിലാണ് മലയാള അക്ഷരങ്ങൾ ഉപാസനാമൂർത്തികളാകുന്നത്. മലയാളത്തിലെ 51 അക്ഷരങ്ങളെയും ക്ഷേത്രത്തിൽ ദേവതകളാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ആദ്യമായി അക്ഷരങ്ങൾക്ക് ദൈവസങ്കല്പം നൽകി പ്രതിഷ്ഠകളാക്കി ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ്. അക്ഷരങ്ങൾക്ക് ദൈവിക സങ്കല്പം നൽകുന്നതിലൂടെ മലയാള ഭാഷയുടെ മഹിമയും പ്രാധാന്യവും ലോകത്തിന് മുൻപിൽ ഉയർത്തിക്കാട്ടുക കൂടിയാണ് ക്ഷേത്രം. ഋഗ്വേദം ഉൾപ്പെടെയുള്ള വേദങ്ങളെയും ഹൈന്ദവ പുരാണങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതാസങ്കല്പം നൽകിയിരിക്കുന്നത്. ആ എന്നാൽ അമൃതദേവി, സ എന്നാൽ സരസ്വതി എന്നിങ്ങനെ പോകുന്നു ദേവതാസങ്കല്പം. അക്ഷരങ്ങളിലെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരുടെയും മലയാള ഭാഷാ സ്നേഹികളുടെയും ശ്രമഫലമായാണ് ക്ഷേത്രത്തിലെ അക്ഷരപ്രതിഷ്ഠകൾ യാഥാർത്ഥ്യമായത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള മൈലാടി ഗ്രാമത്തിലാണ് ദേവതകളുടെ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. തഞ്ചാവൂർ കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ പ്രശസ്ത ശില്പനിർമ്മാണ കേന്ദ്രമാണിവിടം. കൃഷ്ണശിലയിലാണ് ഓരോ അക്ഷരങ്ങളും കൊത്തിയിരിക്കുന്നത്, അതും വളരെ സൂക്ഷ്മമായി. എല്ലാ വിഗ്രഹങ്ങളുടെയും താഴെയാണ് ദേവിയെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം കൊത്തിവച്ചിരിക്കുന്നത്. 250 കിലോ ഭാരമാണ് ഓരോ പ്രതിഷ്ഠയ്ക്കുമുള്ളത്. അക്ഷരം ഉണ്ടായ കാലം മുതൽ ദേവതാ സങ്കല്പവും ഉടലെടുത്തുവെന്നാണ് ക്ഷേത്രം അധികൃതർ വ്യക്തമാക്കുന്നത്. വേദങ്ങളനുസരിച്ച് അക്ഷരങ്ങൾക്കും ശക്തിയുണ്ട്. വേദങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അക്ഷരങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് പൗർണമിക്കാവ് നിലകൊള്ളുന്നത്. മലയാളികളുടെ അഭിമാനമായ മലയാള ഭാഷ വരും തലമുറയിലേക്ക് പകർത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് അക്ഷരദേവതകൾ എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അക്ഷരപ്രതിഷ്ഠ മാത്രമല്ല പൗർണമിക്കാവിലെ പ്രത്യേകത. മാസത്തിൽ പൗർണമി നാളിൽ മാത്രമേ നട തുറക്കാറുള്ളൂ എന്നത് ഈ ക്ഷേത്രത്തെ മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഭദ്രകാളിയുടെ 5 വ്യത്യസ്ത രൂപങ്ങളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബാലഭദ്ര ദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പ്രധാന ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ്. ചരിത്രത്തിൻ്റെ പുനർവായനയുടെ നേർസാക്ഷ്യമാണ് പൗർണമിക്കാവ് ദേവീക്ഷേത്രം. AD 852 വിഴിഞ്ഞം ആസ്ഥാനമായി ഭരിച്ചിരുന്ന ആയി രാജവംശത്തിൻ്റെ കുലദേവതയാണ് ഇന്നത്തെ പൗർണമിക്കാവിലെ പഴയ പടയകാളിയമ്മൻ ദേവി. ആയി രാജവംശത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമായ പൗർണമിക്കാവിലെ പടകാളിയമ്മൻ ദേവിക്ക് യുദ്ധദേവതയുടെയും കലയുടെയും 2 ഭാവങ്ങളാണുള്ളത്. ആയി രാജവംശത്തിൻ്റെ കരുത്തനായ രാജാവായിരുന്ന കരിന്തനടുക്കൻ ഭരിച്ചിരുന്നപ്പോൾ ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന കാന്തള്ളൂർ ശാല ആരംഭിച്ചത് പൗർണമിക്കാവിലാണ്. പിന്നീടാണ് ഇന്നത്തെ വലിയ ശാലയിലേക്ക് കാന്തള്ളൂർ ശാലയുടെ ആസ്ഥാനം മാറ്റിയത്. ആയുർവേദം, നിയമം, രാഷ്ട്രമീമാംസ, പൗരോഹിത്യം, ത്രൈരാജ്യ വ്യവഹാരം, ധനുർവിദ്യ, സാംഖ്യം, വൈശേഷം തുടങ്ങിയ വിഷയങ്ങളോടൊപ്പം നാസ്തിക മതം ഉൾപ്പെടെ 64 കലകൾ പഠിപ്പിച്ചിരുന്ന കാന്തള്ളൂർ ശാലയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പൗർണമിക്കാവിൽ തൊഴുതു പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പഠനം ആരംഭിച്ചിരുന്നത്. അക്ഷരങ്ങൾക്കും അറിവിനും ആയുധങ്ങൾക്കും അന്നേ അത്രത്തോളം പ്രാധാന്യം പൗർണമിക്കാവ് കൊടുത്തിരുന്നു എന്നു സാരം.